ഹേ ഗൈസ്, കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. വാക്കുകൾ കൊണ്ട് നൽകാൻ കഴിയാത്ത പല പവർഫുൾ മെസ്സേജസും നൽകാനായിട്ട് ബോഡി ലാംഗ്വേജ് തന്നെ വേണം. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാനും സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നു. നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഹാൻഡ് ജസ്റ്റേഴ്സും മുതൽ പോസ്ചർ ആൻഡ് ഐ കോൺടാക്ട് വരെ എല്ലാ ബോഡി ലാംഗ്വേജ് ആസ്പെക്ട്സും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ഫ്രണ്ടുമായിട്ട് വെറുതെ സംസാരിക്കുകയാണെങ്കിലും ബിസിനസ് മീറ്റിങ്ങിലാണെങ്കിലും ഡേറ്റിംഗ് ആണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാതെ സംസാരിക്കാൻ അറിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നെക്സ്റ്റ് ലെവലിലായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഇമ്പോർട്ടൻറ്റ് ബോഡി ലാംഗ്വേജ് ട്രിക്സിനെ കുറിച്ചിട്ടാണ്. സോ let's do it. Understanding the different types of body languages. ബോഡി ലാംഗ്വേജ് മെയിനായിട്ട് രണ്ട് ടൈപ്പിലാണുള്ളത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരോടുള്ള താല്പര്യം, തുറന്ന മനസ്സ്, സന്തോഷം എന്നിവയാണെങ്കിൽ നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് ഡിസ്കംഫോർട്ട്, പ്രതിരോധ മനോഭാവം, വിയോജിപ്പ് എന്നിവയൊക്കെയാണ്. സ്മൈലിംഗ്, ഐ കോൺടാക്ട്, ഓപ്പൺ ജസ്റ്റേഴ്സ് എന്നിവ സംസാരിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങൾ അവരിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കൈ കെട്ടിയിരിക്കുന്നതോ മറ്റെങ്ങോട്ടെങ്കിലും നോക്കുന്നതോ നെറ്റി ചുളിക്കുന്നതോ ഒക്കെ ഓപ്പോസിറ്റ് വ്യക്തി കണ്ടാൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും അത് നിങ്ങളുടെ കോൺവെർസേഷനിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പല സന്ദർഭങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ച് ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വന്നേക്കാം എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ചില രാജ്യങ്ങളിൽ ഡയറക്റ്റ് ഐ കോൺടാക്ട് റൂഡ് ആൻഡ് അഗ്രസീവായിട്ട് കണക്കാക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളിൽ അത് റെസ്പെക്ട് ആൻഡ് എൻഗേജ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൾച്ചറൽ ഡിഫറൻസസ് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ബോഡി ലാംഗ്വേജിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തേണ്ടതും നിർബന്ധമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത ടൈപ്പിലുള്ള ശരീരഭാഷകൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താനും തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുകയും നെഗറ്റീവായവ ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ സമാധാനപരവും താല്പര്യത്തോടെയും കൂടിയ സംഭാഷണം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. നോൺ വെർബൽ ക്യൂസ് ടു ലുക്ക് ഔട്ട് ഫോർ ഇൻ അതേഴ്സ്. കോൺവെർസേഷനിൽ ഒരാൾ എന്ത് പറയുന്നു എന്ന് മാത്രമല്ല, അത് എങ്ങനെ പറയുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഒരാൾ ഒന്നും സംസാരിക്കാതിരിക്കുമ്പോൾ പോലും എന്താണ് അയാൾ ഫീൽ ചെയ്യുന്നത് എന്നും എന്താണ് ചിന്തിക്കുന്നത് എന്നും മനസ്സിലാക്കാനായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കാനായിട്ട് ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ ഓഫ് വോയിസ്, പോസ്ചർ എന്നിവ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ പുരികം മുകളിലേക്ക് പൊക്കുന്നത് അത്ഭുതവും ഞെട്ടലുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചിരിച്ചുകൊണ്ടാണ് പുരികം മുകളിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് എക്സൈറ്റ്മെൻറ്റും അമിത സന്തോഷവും കൊണ്ടായിരിക്കും. ഒരാളുടെ ശബ്ദത്തിൻ്റെ സ്വരവും അയാളുടെ ഇമോഷൻസ് ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും കേട്ട് പെട്ടെന്ന് തന്നെ ശബ്ദം ഉയർത്തുകയാണെങ്കിൽ ദേഷ്യം കൊണ്ടോ ആവേശം കൊണ്ടോ ആയിരിക്കാം. എന്നാൽ ശബ്ദം പെട്ടെന്ന് കുറയ്ക്കുകയാണെങ്കിൽ അത് സങ്കടം കൊണ്ടായിരിക്കാം. ഇനി പോസ്റ്ററിൻ്റെ കാര്യം എടുത്താൽ സോഫയിലോ മറ്റോ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചാഞ്ഞു കടന്നാണ് നിങ്ങൾ പറയുന്നത് ഒരാൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് കേൾക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് അർത്ഥം. മറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഊന്നിയിരുന്നു കൊണ്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അയാൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ഫാമിലിയിലാണെങ്കിലും മറ്റേത് സോഷ്യൽ സിറ്റുവേഷനിലാണെങ്കിലും ഇങ്ങനെയുള്ള സൂചനകൾ നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കഴിവാണ്. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം, നോൺ വെർബൽ ആയിട്ടുള്ള ഈ സൂചനകളെ തുറന്ന മനസ്സോടെയും പഠിക്കാനുള്ള ഇൻട്രസ്റ്റോട് കൂടിയും മാത്രം സമീപിക്കുക. ഒരിക്കലും ഈ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യുകയോ അയാളെ ഉൾപ്പെടുത്തി വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാതിരിക്കുക. How body language affects communication in personal and professional relationships. കമ്മ്യൂണിക്കേഷനിലെ പവർഫുൾ ടൂളായ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കുകയോ കൂടുതൽ വീക്ക് ആക്കുകയോ ചെയ്താകാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. പേഴ്സണൽ ലൈഫിൽ ബോഡി ലാംഗ്വേജ് നമുക്ക് ആളുകളോടുള്ള സ്നേഹവും വിശ്വാസവും ആദരവും കാണിക്കാനായിട്ട് സഹായിക്കും. വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന സുഹൃത്തിനെ ഒന്ന് ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തോളിൽ കൈയിടുന്നതോ ഒക്കെ അവനോടുള്ള നമ്മളുടെ എമ്പതിയും പിന്തുണയും അത് കാണിക്കുന്നു. എന്നാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് സാറിലടാ പോട്ടെ എന്ന് പറഞ്ഞാൽ പോലും അവനത് തെറ്റിദ്ധരിക്കാനും ബന്ധങ്ങൾ വേർപെടാനും കാരണമായേക്കാം. ഇനി പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനും ആധികാരികമായിട്ട് പെരുമാറാനും ബോഡി ലാംഗ്വേജ് സഹായിക്കുന്നു. കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിവർന്ന് നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഹാൻഡ് ഷേക്ക് നൽകിയാൽ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട കോൺഫിഡൻസും വിശ്വാസ്യതയും നിങ്ങൾക്കുണ്ട് എന്ന് ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ ഹാൻഡ് ഷേക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ കൈകൾ തമ്മിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെർവസ്നെസ്സും ടെൻഷനും ഓപ്പോസിറ്റ് വ്യക്തി മനസ്സിലാക്കുകയും
പ്രൊഫഷണൽ ലൈഫിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയക്കുന്ന നോൺ വെർബൽ മെസ്സേജസ് അവർ ഉൾക്കൊള്ളുന്നത് ശരിയായ രീതിയിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും മറ്റുള്ളവരിൽ വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം. ടെക്നിക്സ് ഫോർ മാസ്റ്ററിങ് യുവർ ഓൺ ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു വാക്ക് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ബോഡി സംസാരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണ്, എത്ര നെർവസ്ഡ് ആണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നിവയെക്കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മികച്ച മാർഗ്ഗം ഗുഡ് പോസ്ചർ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ഒരു ഗുഡ് പോസ്ചർ എന്ന് പറയുമ്പോൾ ഷോൾഡേഴ്സ് മുന്നിലേക്ക് വരാതെ നെഞ്ചി വിരിച്ച് തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നതാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ആധികാരവും ആത്മവിശ്വാസവും നമ്മളിൽ കാണാനായിട്ട് കഴിയുന്നു. ഒരിക്കലും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ കൈകൾ കെട്ടി നിൽക്കരുത്. ഇത് അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മികച്ചതാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ സ്മൈൽ ചെയ്യുക എന്നതാണ്. സ്മൈലിംഗ് നിങ്ങളെ ഫ്രണ്ട്ലി ആയും ആർക്ക് വേണമെങ്കിലും ധൈര്യത്തോടെ സമീപിക്കാവുന്നവനായും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നു. എന്നാൽ താടിക്ക് കൈ കൊടുത്താണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാണുന്നവർ നിങ്ങൾ എന്തോ സങ്കടത്തിലാണെന്നും എന്തോ ആലോചിക്കുകയാണെന്നും വിചാരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യം കാണിക്കില്ല. നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൽ വലിയ മാറ്റം ഉണ്ടാക്കിയേക്കാം. കോമൺ മിസ്റ്റേക്സ് പീപ്പിൾ മേക്ക് വിത്ത് ബോഡി ലാംഗ്വേജ് ആൻഡ് ഹൗ ടു അവോയ്ഡ് ദം. മറ്റുള്ളവർ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന കോമൺ ആയി ചില മിസ്റ്റേക്സ് ഒരുപാട് ആളുകൾ ബോഡി ലാംഗ്വേജിൽ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നേരത്തെ പറഞ്ഞ പോലെ കൈകൾ കെട്ടി നിൽക്കുന്നതും കാലുകൾ തമ്മിൽ ക്രോസ് ആക്കി വെക്കുന്നതുമാണ്. ഇത് നിങ്ങളെ ഒരു പ്രതിരോധ മനോഭാവവും ക്ലോസ്ഡ് മൈൻഡ് സെറ്റുമുള്ള ആളായിട്ട് വിലയിരുത്താൻ കാരണമാകുന്നു. കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളെ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളായിട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളായിട്ടും മറ്റുള്ളവർ കാണുന്നതിന് ഇടയാക്കുന്നു. എന്നാൽ സംസാരിക്കുമ്പോൾ ഫുൾ ടൈം നിങ്ങൾ കണ്ണിലേക്ക് നോക്കുന്നത് കാണുന്നവരിൽ ഒരു അൺകംഫോർട്ട് ഫീൽ ഉണ്ടാക്കുന്നു. ഇത് തടയാനായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും നോക്കാവുന്നതാണ്. മറ്റൊരു മിസ്റ്റേക്കാണ് ഫിഡ്ജറ്റിംഗ് എന്നത്. ഫിഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ കൈകൾ തമ്മിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൈകൾ വെറുതെ വയ്ക്കാൻ കഴിയാത്ത ഇങ്ങനെ ഫിഡ്ജറ്റിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ നെർവസ്നെസ്സിനെ ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്നു. ഇത് തടയാനായിട്ട് ഫിഡ്ജറ്റിംഗ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ സാധനങ്ങളോ കയ്യിൽ പിടിക്കാവുന്നതാണ്. അടുത്ത മിസ്റ്റേക്കാണ് നിങ്ങളുടെ വാക്കുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാവങ്ങൾ കാണിക്കുക എന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഫൈൻ എന്ന് മുഖത്തൊരു പരിഹാസത്തോടെ പറയുന്നതും ഐ ആം ഫൈൻ എന്നൊരു പുഞ്ചിരിയോടെ പറയുന്നതും കേൾക്കുന്ന ആൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സന്ദേശമായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കുകയും വേണ്ട പോലെ അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവസാനത്തെ മിസ്റ്റേക്കാണ് ഒരു റൂമിലേക്കോ ക്ലാസ്സിലേക്കോ കയറിയ ഉടനെ തിരിഞ്ഞു നോക്കുന്നത്. അത് ചിലപ്പോൾ പുറകിൽ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡോർ അടഞ്ഞോ എന്നായിരിക്കാം. എന്തിനായാലും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ മോശമാക്കാനായിട്ട് കാരണമാവുന്നു. പകരം ഒരു റൂമിലേക്ക് കയറുമ്പോൾ ചെറിയ ഒരു പുഞ്ചിരിയോടെ അവിടെയുള്ളവരോട് സമയത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ ഒക്കെ പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് തല ഉയർത്തി പിടിച്ച് കോൺഫിഡൻറ്റോടുകൂടി നേരെ നിങ്ങളുടെ സീറ്റിൽ പോയിട്ടിരിക്കുകയാണ് വേണ്ടത്. ഈ പറഞ്ഞ കോമൺ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ഒരു സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബോഡി ലാംഗ്വേജ് ടിപ്സ് ഫോർ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസൻറ്റേഷൻസ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് പലർക്കും വളരെ ടെൻഷനുള്ള ഒരു കാര്യമാണ്. എന്നാൽ പബ്ലിക് സ്പീക്കിംഗ് സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസും ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആകും. പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്നാമതായിട്ട് ഒരിക്കലും ഒരാളിലേക്ക് മാത്രം ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക. എല്ലാവരിലേക്കും മാറി മാറി ഐ കോണ്ടാക്റ്റ് ചെയ്യുക. കാണികളിലെ വിമർശനവും പരിഹാസങ്ങളും നിങ്ങളിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇത് കാരണമാകുന്നു. സ്റ്റേജിൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നുകൊണ്ട് കാര്യങ്ങൾ പറയാം. ഇത് നിങ്ങളെ കൂടുതൽ എൻഗേജ്ഡ് ആയും എനർജറ്റിക് ആയിട്ടും കാണിക്കുന്നു. കൈകൾ വെറുതെ ഇടാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കാനും കാണുന്നവർക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ട് ഹാൻഡ് ജസ്റ്റേഴ്സ് ഉപയോഗിക്കാം. ഹാൻഡ് ജസ്റ്റേഴ്സ് എപ്പോഴും നാച്ചുറൽ ആയതും പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും മാത്രമായിരിക്കണം. ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജ് ടിപ്സ് മാസ്റ്റർ ചെയ്യുന്നത് വഴി പബ്ലിക് സ്പീക്കിംഗ് ടൈമിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനും ഓഡിയൻസുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാനും സാധിക്കുന്നു. അവസാനമായിട്ട് നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് അടുക്കണം എന്ന ആഗ്രഹമുള്ളവരോട് സംസാരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ട്രിക്കാണ് മിററിംഗ്. ഓപ്പോസിറ്റ് വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ അനുകരിക്കുന്നതിനാണ് മിററിംഗ് എന്ന് പറയുന്നത്. അവരുടെ അതേ പോസ്റ്ററിൽ ഇരിക്കുക, അവർ ചെയ്യുന്ന അതേ ജസ്റ്റേഴ്സ് കാണിക്കുക എന്നിങ്ങനെ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ അവരിലേക്ക് സബ് കോൺഷ്യസ്ലി ഒരു മെസ്സേജ് അയക്കുകയാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന്. ഇത് അവരിൽ നമ്മളോടുള്ള വിശ്വാസ്യതയും സ്നേഹവും വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവരും ഉപയോഗിക്കുകയും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ
റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സീരീസിലെ അടുത്ത വീഡിയോ ആയ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.